നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ മലയാള മാസം വൃശ്ചികം 1-ാം തീയതി, പുണ്യങ്ങളുടെ പുലരി, മണ്ഡലകാല വ്രതാരംഭത്തിൻ്റെ പുണ്യം പേറുന്ന ദിനം. അയ്യപ്പ ഭക്തരുടെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസത്തിൻ്റെ തുടക്കം. വൃശ്ചിക മാസം എന്നത് ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും കാലമാണ്. സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിനം ഒരു പുതുവർഷം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കാൻ പൂർവികർ അനുഷ്ഠിച്ചു പോന്നിരുന്ന പല ആചാരങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൈനീട്ടം വാങ്ങുക, അല്ലെങ്കിൽ 1-ാം തീയതി കയറുക. അങ്ങനെ വിഷുവിന് നാം കൈനീട്ടം വാങ്ങാറുണ്ട്. എന്നാൽ വൃശ്ചികം 1-ന്, അതായത് മണ്ഡലകാലം ആരംഭിക്കുന്ന ഈ പുണ്യദിനത്തിൽ ചില പ്രത്യേക നക്ഷത്രജാതകരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ആ കുടുംബത്തിൻ്റെ ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യത്തിനും കാരണമാകുമെന്നാണ് വിശ്വാസം. എന്താണ് ഈ ആചാരത്തിന് പിന്നിലെ വിശ്വാസം? 27 നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങൾക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ കൂടുതൽ ഊർജവും ഭാഗ്യവും കൈവരുമെന്ന് ജ്യോതിഷം പറയുന്നു. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരായ വ്യക്തികളെ നമ്മുടെ ഭവനത്തിലേക്ക് ആദ്യം സ്വീകരിക്കുന്നതിലൂടെ, അതായത് കണി കാണുന്നതിന് സമാനം, അവരുടെ കയ്യിൽ നിന്നും 1 രൂപയാണെങ്കിൽ പോലും കൈനീട്ടമായി സ്വീകരിക്കുന്നതിലൂടെയും ആ ഭാഗ്യത്തിൻ്റെ ഒരു അംശം നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും പ്രവഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നക്ഷത്ര ജാതകരിൽ നിന്നും നിങ്ങൾ നാളെ വൃശ്ചികം 1-ാം തീയതി 1 രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക. ഇവരെ സാധിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിൽ 1-ാം തീയതി കയറ്റുക. അത് നമുക്ക് ഒരുപാട് സൗഭാഗ്യം തരും. നാളെ വൃശ്ചിക മാസം 1-ാം തീയതി അത്തരത്തിൽ 13 നക്ഷത്ര ജാതകർക്കാണ് ആ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. അതായത് ഈ നക്ഷത്ര ജാതകരെ നമ്മുടെ വീട്ടിൽ 1-ാം തീയതി കയറ്റുകയോ, നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്ര ജാതകരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും 1 രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുകയോ ചെയ്താൽ നമുക്ക് സർവൈശ്വര്യമാണ്. ഈ 13 നക്ഷത്രങ്ങളിൽ ജനിച്ചവർ, അത് നിങ്ങളുടെ മക്കളോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ആകട്ടെ, അവരെ കൊണ്ട് നാളത്തെ ദിനം ആരംഭിക്കുന്നത് വളരെ ഉത്തമമാണ്. നമുക്കറിയാം ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നാളെ വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. നാളെ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഞാനത് എഴുതിയെടുക്കും. നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. അപ്പോൾ ഐശ്വര്യം കൊണ്ടുവരുന്ന, ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സൗഭാഗ്യസമ്പന്നരായ ആ 13 ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്ത് വലയത്തിലോ ഈ നക്ഷത്ര ജാതകർ ഉണ്ടോ എന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓരോ നക്ഷത്രവും ഞാൻ പറയാം. ഈ നക്ഷത്ര ജാതകർ അവരുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. 1-ാമത്തെ ഭാഗ്യ നക്ഷത്രം, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. 2-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികയ്ക്കും അശ്വതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. അശ്വതിക്കും കാർത്തികയ്ക്കും. 3-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രമാണ് രോഹിണി. രോഹിണിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ രോഹിണിക്ക് ഇനി സാധ്യമാകും.
നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര ജാതകരിൽ നിന്നും 1-ാം തീയതി കൈനീട്ടം വാങ്ങുകയോ അല്ലെങ്കിൽ ഈ തിരുവാതിര നക്ഷത്ര ജാതകരെ വീട്ടിൽ 1-ാം തീയതി കയറ്റുകയോ ചെയ്താൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി മാറുന്നതായി കാണുവാൻ സാധിക്കും. അത്രയധികം ഭാഗ്യവും നേട്ടവും ഒക്കെയുള്ള നക്ഷത്രമാണ് തിരുവാതിര. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് 5-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്ര ജാതകരെ 1-ാം തീയതി വീട്ടിൽ കയറ്റുന്നതും അതുപോലെ തന്നെ അവരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നതും നമുക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധ്യമാകും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളുമൊക്കെ മാറി പുണർതം നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടം വാങ്ങുന്നതിലൂടെ നമുക്ക് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ സാധിക്കും. ഒത്തിരി സൗഭാഗ്യമാണ്, ഒത്തിരി നേട്ടമാണ്, ഒത്തിരി ഉയർച്ചയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. 6-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രത്തിനും ഭാഗ്യമാണ്. ഉത്രത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറിക്കിട്ടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഉത്രത്തിന് സാധ്യമാകും. 7-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അത്തം രക്ഷപ്പെടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം 8-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിൽ ഉയർച്ചയുടെ സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. 8-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, വിശാഖ നക്ഷത്രം ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്രമാണ്. അപ്പോൾ വിശാഖ നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. 9-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ വാങ്ങുക, അവരെ 1-ാം തീയതിയൊക്കെ കയറ്റുക, അതൊക്കെ സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കാരണമാകും. 10-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ ഉത്രാട നക്ഷത്ര ജാതകരെ നാളെ 1-ാം തീയതി കയറ്റുക, അതൊക്കെ ഭാഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അടുത്ത 12-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. ഭാഗ്യമേറെയുള്ള നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്ര ജാതകരെയും 1-ാം തീയതി കയറ്റുക, അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുക, അവരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക, അതൊക്കെ ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നമ്മളെ കൊണ്ടെത്തിക്കും. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വൃശ്ചിക മാസത്തിൽ ഒരു പ്രത്യേക ദൈവാധീനം ഉണ്ടാവും. ഇവരുടെ സാന്നിധ്യം തന്നെ ഐശ്വര്യമാണ്. അതുകൊണ്ട് ഇവരെ കൊണ്ട് ഭവനങ്ങളിൽ വിളക്ക് കൊളുത്തുന്നതും ഇവരെ ആദ്യം വീട്ടിലേക്ക് കയറ്റുന്നതും ഇവരുടെ കയ്യിൽ നിന്നും ഒരു കൈനീട്ടമൊക്കെ വാങ്ങുന്നതും വളരെ ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. നാളെ, അതായത് വൃശ്ചികം 1-ാം തീയതി രാവിലെ കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തിയ ശേഷം ഈ നക്ഷത്രക്കാരായ വ്യക്തികളെ വീട്ടിലേക്ക് ക്ഷണിക്കുക. മുതിർന്നവരാണെങ്കിൽ അവരുടെ കാൽനൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങാം. ശേഷം ഒരു വെറ്റിലയിൽ 1 രൂപ നാണയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തുകയോ വെച്ച് അത് കൈനീട്ടമായി അവരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുക. പണമല്ല, ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്നതിലാണ് മഹത്വം. നിങ്ങൾക്ക് കൈനീട്ടം തരുന്ന ആ വ്യക്തിയെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുക. അവർക്കും അത് ഐശ്വര്യമായി ഭവിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ കുടുംബം കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുകയും സാമ്പത്തികമായി രക്ഷപ്പെടുമെന്നും ഭവനത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കുമെന്നാണ് വിശ്വാസം. ഇതൊരു വിശ്വാസം മാത്രമല്ല, ഇത് നടക്കുന്ന കാര്യമാണ്. ഈ പുണ്യകർമ്മത്തോടൊപ്പം മണ്ഡലകാല വ്രതവും ആരംഭിക്കുകയാണ്. ഭക്തിയുടെ, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ 41 ദിനങ്ങൾ. ഈ വൃശ്ചികം 1 മുതൽ നാം തുടങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണഫലം ലഭിക്കും. അതുകൊണ്ട് നാളത്തെ പുണ്യദിനം ധന്യമാക്കണം. നിങ്ങൾ ഈ 13 നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക. അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ 1-ാം തീയതി കയറ്റുക. അതൊക്കെ ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും. എല്ലാ പ്രേക്ഷകർക്കും ഭക്തി നിർഭരമായ ഒരു മണ്ഡലകാലം ആശംസിക്കുന്നു. എല്ലാവർക്കും സർവ്വൈശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.